എൻ്റെ പേര് അർജുൻ എന്നാണ്. ഞാൻ മധൂസിൽ ഞാൻ ജോയിൻ ചെയ്തത് 2005 ഡൽഹിയിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ കേരളത്തിൻ്റെ സെയിൽസ് ഹെഡായി വർക്ക് ചെയ്യുന്നു. 2009 തൊട്ട് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 16 വർഷമായി കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മധൂസിൽ ഡൽഹിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ്. പിന്നീട് പല സ്റ്റേറ്റിലും, ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിലും എനിക്ക് മധൂസിൻ്റെ ഒഫീഷ്യൽ ഭാഗമായി യാത്ര ചെയ്യേണ്ട വന്നിട്ടുണ്ട്. സോ മധൂസിൻ്റെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെ എളുപ്പമുള്ളൊരു വർക്ക് കൾച്ചർ എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് നല്ല രീതിയിലുള്ള പ്രഷർ നമുക്കുണ്ട് തീർച്ചയായും. പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടായിരിക്കും നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് എനിക്ക് പറയാം. കാരണം ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയും വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടാണ് ഒരുപക്ഷെ എനിക്ക് സക്സസ്ഫുള്ളായ ഒരു സെയിൽസിൻ്റെ പേഴ്സണായി മാറാൻ എനിക്ക് സാധിച്ചത്. തീർച്ചയായും ഇവിടെയുള്ളൊരു വളരെ വലിയ രീതിയിൽ നൽകുന്നൊരു ട്രെയിനിങ് ആണ്. പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് CRM പോലെയുള്ള ഇപ്പോൾ എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയാലും നമ്മുടെ സെയിൽസ് ഫോഴ്സാണ് നമ്മുടെ സെയിൽസിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഡാറ്റ കോർഡിനേഷനും അത്തരം പ്രോസസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മുടെ സമയത്തെ എങ്ങനെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. മധൂസിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരു സർവീസ് എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഡൽഹിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വന്നതെങ്കിൽ കൂടി ദ കൈൻഡ് ഓഫ് ട്രെയിനിങ്, ഇൻറ്റൻസ് ട്രെയിനിങ് വാട്ട് ഐ റിസീവ്ഡ് ഫ്രം മധൂസ് ഈസ് നെക്സ്റ്റ് ലെവൽ. സോ എനിക്കിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഞാൻ 2 തവണ ബെസ്റ്റ് സെയിൽസ്മാൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അവാർഡ് 2 തവണ മധൂസിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ 100ന്റെ ടോപ്പ് ഗൺ എന്ന് പറയുന്ന അവാർഡും 2 തവണ എനിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മധൂസിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇൻസെൻറ്റീവ് തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ സാലറിയുടെ ഒരു 2-3 മടങ്ങ് ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ എൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന നിലയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ ഇൻസെൻറ്റീവ് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. മധൂസ് ഫാമിലി എന്ന് പറയുന്ന സമയത്ത് ലിറ്ററലി ആ ഫാമിലി, ഇറ്റ് മീൻസ് ഫാമിലി. കാരണം ഇവിടെ നമ്മൾ വളരെ ഏറ്റവും കൺഡ്യൂസീവ് ആയിട്ടുള്ള, ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്കിന് പ്രഷറുണ്ട്, ഒരു സംശയമില്ല, നല്ല രീതിയിൽ നമുക്ക് പ്രഷറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ ഒരു നോ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മധൂസിൽ കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് എപ്പോഴും പറയാറുള്ള യു ഡു ന്യൂ മിസ്റ്റേക്സ് എന്നാണ്. ഒരിക്കലും പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ പുതിയ പുതിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മളുടെ. അതൊരു തരം എൻകറേജിങ് ആണ്. നമുക്ക് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ, ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ ഒരു ഡീസെൻട്രലൈസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറിലേക്ക് വന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിൽ ഒരു ഡിസിഷൻ എടുക്കാൻ രണ്ടാമതൊരാളുടെ അപ്രൂവൽ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട. അത് വലിയ രീതിയിലുള്ള മാറ്റം നമ്മുടെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം. മധൂസിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരോട് തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ശരിയായ ഇടത്ത്, ശരിയായ സമയത്ത്, ശരിയായ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. കാരണം നമുക്കറിയാം, പണം എന്ന് പറയുന്നത് വലിയൊരു റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് എത്ര സമ്പാദിക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാൻ സാധിക്കും. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ സാലറി എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഒരു വർഷം, ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മധൂസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് വാങ്ങിച്ച ഒരാളാണ് ഞാൻ.
അത് ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് നേടിയതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവിടെ വരാം, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രയും പണം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്.